ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സ്വകാര്യ ആശുപത്രികളിലും സാധാരണഗതിയിൽ പിഴവുകൾ ഉണ്ടാകാറില്ലേ? ഗവൺമെൻറ് ആശുപത്രിയൊക്കെ എത്രയോ അധികം മടങ്ങുണ്ടാവും. സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് കൈപ്പിഴവുകൾ ചിലപ്പോൾ ബോധപൂർവമാകാം, മെഡിക്കൽ നെഗ്ലിജൻസ് വരാം. അതിലെന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒന്ന്, ഉടൻ തന്നെ കോമ്പൻസേഷൻ കൊടുക്കാൻ നിയമപ്രകാരം നടപടികൾ എടുക്കാം. രണ്ട്, അവർ സംബന്ധിച്ച് ക്രിമിനൽ നിയമപ്രകാരം മെഡിക്കൽ നെഗ്ലിജൻസിനെ സംബന്ധിച്ചുള്ള നിലവിലുള്ള നിരവധി വിധികളുണ്ടെങ്കിലും നടപടികൾ സ്വീകരിക്കാം. മൂന്ന്, ഗവൺമെൻറ് സംവിധാനത്തിലാണെങ്കിൽ ആ നടപടികൾ നടക്കുമ്പോൾ തന്നെ ഉടൻ തന്നെ നമുക്ക് അവരെ അച്ചടക്ക നടപടി സ്വീകരിക്കാം. ഇതാണല്ലോ ഗവൺമെൻറ് ചെയ്യേണ്ടത്. മന്ത്രി ആരോഗ്യവകുപ്പിന് നേതൃത്വം നൽകുന്നാളമ്മലിൽ ഉടൻ തന്നെ ആ തീരുമാനത്തിലേക്ക് എത്തിയല്ലോ. ഇതിൽ നമ്മൾ കാണേണ്ടത്, ഇത്ര കാലം നിങ്ങളാരും അറിഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ ഇരിക്കുന്നു. രോഗി അറിഞ്ഞിട്ടില്ല. രോഗിക്ക് വേദനയുണ്ട്. അവർ പോയത് ഗവൺമെൻറ് ആശുപത്രി മാത്രമല്ല, എല്ലാ ആശുപത്രിയിലും പോയി. ഇപ്പം അത് കണ്ടെത്തിയാൽ നമ്മൾ എങ്ങനെ സംഭവിച്ചെന്ന് കാണണം, ആരാണ് എന്ന് കണ്ടെത്തണം, അവരുടെ വേദന കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും പൊതുവായ പ്രോട്ടോക്കോളുകളോ സംവിധാനങ്ങളോ നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് ചർച്ച ചെയ്ത് ചോദിക്കാമല്ലോ. അത് നമ്മുടെ ഒരു രീതി മാറുമ്പോൾ പൊതു ആരോഗ്യ സംവിധാനം, കേരളം ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ, യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വെന്റിലേറ്ററുകൾ പൊതു ആരോഗ്യ സംവിധാനത്തിലുള്ള സംസ്ഥാനം കേരളമല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം വെന്റിലേറ്ററുകൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ്. ഈ കേരളത്തിൽ എത്ര പ്രതിസന്ധി ഘട്ടത്തിലും വെന്റിലേറ്റർ സംവിധാനം ഇല്ലാത്ത പ്രതിസന്ധിയെ നമ്മൾ നേരിട്ടിട്ടുണ്ടോ?